നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്തേൺ പ്ലെയിൻസിൻ്റെ അടുത്ത പാർട്ടാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നോർത്തേൺ പ്ലെയിൻസിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സമതലത്തിലെ സവിശേഷതകളെയൊക്കെ ടോപ്പോഗ്രഫി അനുസരിച്ച് പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിവിഷൻസ് എന്ന് പറഞ്ഞാൽ ബാബർ, ടെറൈ, ഭംഗർ അലുവിയൽ പ്ലെയിൻസ്, ഖാദർ ഇങ്ങനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിവിഷനുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ബാബർ എന്ന് പറഞ്ഞാൽ സിന്ധു നദി മുതൽ തീസ്ത നദി വരെ വരുന്ന ഒരു പോർഷനാണ് ബാബർ ഒരു വീതി കുറവുള്ള ഒരു പോർഷനാണ്. 8 തൊട്ട് 10 കിലോമീറ്റർ വരെ അതിന് വീതി വരുന്നുള്ളൂ. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് അത് ഒഴുകുന്നത്. ശിവാലിക്കിൻ്റെ മറ്റേ താഴ്വാരങ്ങളിലാണ് ഇതൊക്കെ വരുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഈ നദികളുടെ താഴ്വാരത്തിൽ അലുവിയൽ ഫാൻസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ അടങ്ങിച്ചേർന്നിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സിന് പറയുന്ന പേരാണ് ബാബറിന് കൂടുതലായിട്ട് പൊറോസിറ്റി ഉണ്ട്. അതിൽ കൂടെ വെള്ളം എന്ത് സാധനമാണെങ്കിലും അതിങ്ങനെ ഒഴുകി ഇങ്ങ് പോരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള പൊറോസിറ്റി ഉള്ള കല്ലുകൾ അടിഞ്ഞുകൂടുന്നത് അവിടെ കുറേ സുഷിരങ്ങളുള്ളതായിരിക്കും. പിന്നെ പെബിൾസും റോക്ക് ഫ്രാഗ്മെൻസും ഒക്കെയാണ് ആ ഭാഗത്ത് ബാബറിൽ അടിഞ്ഞുകൂടുന്നത്. ഈ ഭാഗത്ത് കൂടുതലായിട്ടും ഇങ്ങനെ സുഷിരങ്ങൾ പൊറോസിറ്റി ഉള്ള റോക്സ് ആണുള്ളത്, അല്ലെങ്കിൽ പെബിൾസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അടിയിലൂടെയാണ് ഈ പുഴയൊക്കെ ഒഴുകുന്നത്, അരുവികളൊക്കെ ഒഴുകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ടും ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അതായത് ഒരു വറ്റി വരേണ്ട അവസ്ഥയാണുള്ളത്. ആ സ്ഥലത്ത് കൃഷി അനുയോജ്യമല്ലാത്ത സ്ഥലമാണ്. നെക്സ്റ്റ് ടെറായി. ബാബർ കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ടെറായി ആണ്. ടെറായി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇടുങ്ങിയ സ്ഥലമാണെങ്കിൽ പോലും നല്ല നീർവാഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡെൻസായിട്ടാണ് വളരുന്നത്. ഈ ബാബറിൽ പറഞ്ഞു നമ്മൾ അരുവികളൊക്കെ താഴെ കൂടിയാണ്, അതായത് അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അത് വെള്ളത്തിൻ്റെ നമുക്ക് മുകൾ വശത്ത് കൂടെ തന്നെയാണ് ഒഴുകുന്നത്. ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ലോണം വെള്ളത്തിൻ്റെ ലഭ്യതയുള്ളത് കൊണ്ട് അവിടെ ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. നിബിഡ വനങ്ങളായിട്ടുണ്ടാവും. പക്ഷെ അവിടെ പോറോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചതുപ്പ് നിലങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ ഡെൻസ് ഫോറസ്റ്റ് ആയിട്ടുണ്ടാവുന്ന ഈ ടെറായി വിഭാഗങ്ങൾ കുറച്ച് കാലക്രമേണ അത് കൃഷിഭൂമിയായിട്ട് മാറുന്നു. ഇങ്ങനെ ടെറായി ഏരിയയിലാണ് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്ക്, ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കും ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ ദുധുവ നാഷണൽ പാർക്കും ടെറായി സോണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ടെറായി സോണിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 to 20 കിലോമീറ്റർ വീതി ഉണ്ടാവും ഏകദേശം. നെക്സ്റ്റ് വരുന്നത് മെച്യൂർ സ്റ്റേജാണ്. അതായത് എറോഡ് ചെയ്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അലുവിയൽ പ്ലെയിൻസ് ആണ് അതിനെ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷെ അതിന് 2 ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് സാൻഡ് ബാർസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ബ്രെയ്ഡഡ് ചാനൽസ് ഇതൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒഴുകി വരുന്ന കാര്യങ്ങളാണ്. അതായത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവന്നിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്ന ഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ അലുവിയൽ പ്ലെയിൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഭംഗറും ഒന്ന് ഖാദറും. ഇങ്ങനെ ഭംഗറും ഖാദറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അവിടുത്തെ മെയിൻ ഒരു ലാൻഡ് ഫോംസ് ആണ് സാൻഡ് ബാർസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ബ്രെയ്ഡഡ് ചാനൽസ് ഒക്കെ. അപ്പോൾ നമുക്ക് ഈ 2 സാധനങ്ങളെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം, ഭംഗറും ഖാദറും. അലൂവിയൽ പ്ലെയിൻസിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഭംഗർ എന്ന് പറഞ്ഞാൽ പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ഭംഗർ എന്നറിയപ്പെടുന്നത്. ഇതിൽ കൂടുതലായിട്ടും കങ്കർ അല്ലെങ്കിൽ കാൽഷേറിയസ് ഡെപ്പോസിറ്റ്സ് കൂടുതലായിട്ടുണ്ട്. അതായത് കുറേ സുഷിരങ്ങളുള്ള തരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ആണ് ഇതുള്ളത്. പല സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഗംഗ യമുന നദീതീരത്ത് ഭർ ഫോർമേഷൻ എന്നും
പിന്നെ ബംഗാളിലെ ഡെൽറ്റായിക് ഏരിയയിൽ ബാരിൻഡ് പ്ലെയിൻസ് എന്നാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് ഖാദറാണ്. ഭംഗർ കഴിഞ്ഞു. ഭംഗർ പറഞ്ഞു നമ്മൾ ഓൾഡ് എക്കൽ നിക്ഷേപങ്ങളാണെന്ന്. പക്ഷേ പുതിയ എക്കൽ നിക്ഷേപങ്ങൾക്ക് പറയുന്ന പേരാണ് ഖാദർ. ഇത് നദീതീരങ്ങളിൽ വെള്ളപ്പൊക്ക സമതലമാണ് രൂപപ്പെടുത്തുന്നത്. ഖാദർ ബെൽറ്റിനെ വേറൊരു പേര് പറയുന്നത് ബെറ്റ് ലാൻഡ്സ്. ഇത് നല്ലോണം ഫർട്ടൈലായിട്ടുള്ള എക്സ്ട്രീംലി ഫർട്ടൈലായിട്ടുള്ള സ്ഥലമാണ്. ഇതിൽ വീറ്റ്, റൈസ്, ഷുഗർ കെയിൻ, ജൂട്ട് ഇങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഈ ഭാഗത്ത് നടത്തുന്നത്.